നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. ഓരോ വർഷവും ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ശരാശരി 3.8 സെന്റിമീറ്റർ വീതം അകന്നു പോകുന്നുവെന്നതാണ് പുതിയ പഠനങ്ങൾ. കേൾക്കുമ്പോൾ വളരെ ചെറിയ മാറ്റമായി തോന്നാമെങ്കിലും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ ഇത് വലിയ വ്യത്യാസമാകും. 1776 അമേരിക്ക സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച കാലത്ത് ഇന്നത്തേതിനേക്കാൾ ഏകദേശം 9.4 മീറ്റർ, അതായത് 31 അടി ഭൂമിയോട് കൂടുതൽ അടുത്തായിരുന്നു ചന്ദ്രൻ എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ മാറ്റത്തിന്റെ പ്രധാന കാരണം ഭൂമിയുടെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ബന്ധവും സമുദ്രത്തിന്റെ വേലിയേറ്റവുമാണ്. ഭൂമിയുടെ ഭ്രമണം ചന്ദ്രന്റെ ഭ്രമണത്തേക്കാൾ വേഗത്തിലായതിനാൽ വേലിയേറ്റം സൃഷ്ടിക്കുന്ന ഗുരുത്വബലം ചന്ദ്രനെ പതുക്കെ കൂടുതൽ ഉയർന്ന ഭ്രമണപഥത്തിലേക്ക് തള്ളുന്നു. ഇതോടൊപ്പം ഭൂമിയുടെ ഭ്രമണവേഗവും വളരെ ചെറിയ തോതിൽ കുറയുന്നുമുണ്ട്. മനുഷ്യന്റെ നഖം വളരുന്ന വേഗത്തിന് സമാനമായാണ് ചന്ദ്രന്റെ ഈ വാർഷിക നീക്കം എന്നതാണ് ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നത്. 18ാം നൂറ്റാണ്ടിൽ ചന്ദ്രൻ വെറും ആകാശക്കാഴ്ച മാത്രമായിരുന്നില്ല. വൈദ്യുതിയും ആധുനിക സമയമാപിനികളും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് യാത്രകൾ ആസൂത്രണം ചെയ്യുവാനും കൃഷിപ്പണികൾ ക്രമീകരിക്കുവാനും കടൽ യാത്രകൾ നടത്തുവാനും വേലിയിറക്കങ്ങൾ മനസ്സിലാക്കുവാനും ചന്ദ്രപ്രകാശവും ചന്ദ്രകലകളും നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു. പിന്നീട് അപ്പോളോ ദൗത്യങ്ങളിൽ സ്ഥാപിച്ച ലേസർ ഇലക്ട്രോ റിഫ്ലക്ടറുകൾ ഉപയോഗിച്ചാണ് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം അതീവ കൃത്യതയോടെ അളക്കുവാൻ കഴിഞ്ഞത്. ഈ പരീക്ഷണങ്ങളിലൂടെയാണ് ചന്ദ്രൻ വർഷം തോറും ഭൂമിയിൽ നിന്ന് അകലുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഭാവിയിൽ ചന്ദ്രൻ കൂടുതൽ അകന്നാൽ ഭൂമിയിൽ നിന്ന് കാണുന്ന അതിന്റെ വലുപ്പം കുറയുകയും ഇന്ന് കാണുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണങ്ങൾക്ക് പകരം വളയ സൂര്യഗ്രഹണങ്ങൾ മാത്രമായേക്കാമെന്നും ശാസ്ത്രലോകം ചൂണ്ടിക്കാട്ടുന്നു.